ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ഈ പ്രോഗ്രാമിലൂടെ നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ സ്വർഗത്തിലെ ദൈവ സമയത്തെ ദാനമായി നൽകിയതിനായിട്ട് കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ വചനം പറയുന്നത് വലിയ സന്തോഷം. യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ പദവിയാണ്. യേശുവിനെക്കുറിച്ച് ചിന്തിക്കുക എന്ന് പറയുന്ന ഒരു പദവിയാണ്. യേശുവിനെക്കുറിച്ച് കേൾക്കുക എന്ന് പറയുന്ന ഒരു പദവിയാണ്. അതിൽ നമുക്ക് ഒരുമിച്ച് ഈ കർത്താവിനെ കുറിച്ച് ധ്യാനിക്കാൻ പറ്റുന്നത് വലിയ സന്തോഷമാണ്. യേശു ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന് വേണ്ടിയിട്ടോ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ടോ ഇല്ലെങ്കിൽ ഏതെങ്കിലും നിലവാരത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടോ ഏതെങ്കിലും ഭൂപ്രവിശ്യയിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടോ മാത്രമല്ല യേശു ഇന്നും ജീവിക്കുന്നത്. സകല മാനവജാതിക്ക് വേണ്ടിയിട്ട് യേശു ക്രിസ്തുവിൻ്റെ രക്ഷ സാർവത്രികമാണ്, അൺകണ്ടീഷണലാണ്. സാൽവേഷൻ അൺകണ്ടീഷണലാണ്. ആ സാൽവേഷൻ, രക്ഷ വിശ്വസിക്കുന്ന എല്ലാവർക്കും സൗജന്യമായിട്ട് നമ്മളെ നീതീകരിക്കുന്നവനാണ്. നമ്മുടെ ദാനധർമ്മങ്ങളോ നമ്മുടെ ഒന്നുമല്ല നമ്മളെ നീതീകരിക്കുന്നത്, സൗജന്യമായിട്ട് നമ്മളെ നീതീകരിക്കുന്നവനെന്നാണ് വചനം പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സൗജന്യമായുള്ള നീതീകരണം നമ്മളിൽ വരുത്തുന്ന വിടുതൽ, രക്ഷയുടെ സന്തോഷം, അത് നമുക്ക് വിവരിക്കാൻ പറ്റുന്നതിനേക്കാളും അപ്പുറത്താണ്. കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന വിടുതൽ, കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ആശ്വാസം, കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന രക്ഷ, അത് ഏത് സാഹചര്യങ്ങളെയും ജയിച്ച് മുന്നേറാൻ സഹായിക്കുന്നതാണ്. നിലവാരത്തിനൊത്ത് സാഹചര്യങ്ങൾക്കൊത്ത് മാറി മറിയുന്നതല്ല കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന രക്ഷ. അത് കർത്താവിനോട് ചേർന്ന് വസിക്കുന്നുവെങ്കിൽ അത് നാൾ തോറും ബലപ്പെടുകയും നാൾ തോറും വളരുകയും നാൾ തോറും ഉയരുകയും ചെയ്യുന്നതാണ് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന സാൽവേഷൻ. അപ്പോൾ ആ രക്ഷ, അത് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന രക്ഷ, ആ രക്ഷയുടെ ഉറപ്പിൽ നിലനിൽക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ ധ്യാനിച്ചതായ രോഗികൾ, സൗഖ്യമായവർ എങ്ങനെ ആ സൗഖ്യത്തെ നിലനിർത്തി, എങ്ങനെ അവർ പ്രതികരിച്ചു എന്നതിനെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ച നമ്മൾ ധ്യാനിച്ചതാണ്. തുടർന്ന് ഈ ആഴ്ചയിലും അത് തന്നെയാണ് നമ്മൾ ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത്. വീണ്ടും നമുക്ക് വായിക്കാം. മർക്കോസിന് സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം. യേശു അവനെ അനുവദിക്കാതെ നിന്റെ വീട്ടിൽ നിനക്കുള്ളവരുടെ അടുക്കൽ ചെന്ന് കർത്താവ് നിനക്ക് ചെയ്തതൊക്കെയും നിന്നോട് കരുണ കാണിച്ചതും പ്രസ്താവിക്ക എന്ന് അവനോട് പറഞ്ഞു. ഇവിടെ നമ്മൾ ദൈവവചനത്തിൽ കാണുന്നത് ഗദസര ദേശത്തെ ഒരു ഭൂതഗ്രസ്തനായ മനുഷ്യൻ, ആർക്കും അവനെ അടക്കിക്കൂടാ, നിയന്ത്രിച്ചുകൂടാ, ആർക്കും അവനെ ബന്ധിച്ചുകൂടാ. അവനെ നിയന്ത്രിക്കുവാൻ കഴിയുന്നതിനപ്പുറത്ത് അവൻ പ്രവർത്തിക്കുമ്പോൾ, നിയന്ത്രിക്കാവുന്ന സാഹചര്യത്തിന് അപ്പുറത്ത് അവൻ നിൽക്കുമ്പോൾ, അവൻ്റെ അവസ്ഥകളെ മാറ്റുവാൻ തക്കവണ്ണമായിട്ട് കർത്താവിൻ്റെ കരം, ദൈവപുത്രൻ്റെ മഹത്വം അവിടെ വെളിപ്പെട്ടപ്പോൾ ചങ്ങലകൾക്ക് അവനെ ബന്ധിച്ചുകൂടാ, അവനെ വിലങ്ങിനും ചങ്ങലയ്ക്കൊന്നും അവനെ ബന്ധിച്ചുകൂടാ. അവൻ്റെ ശാരീരികമായിട്ടുള്ള അവസ്ഥയിൽ അവൻ മറ്റുള്ള നിലവിളിക്കുക, തന്നെ ചതയ്ക്കുക, ഇതെല്ലാം അവൻ ചെയ്യുമ്പോൾ അവനെ ഒന്ന് ബന്ധിച്ച് അവനെ ഒന്ന് നിയന്ത്രിക്കാനായിട്ട് ശ്രമിച്ചിട്ട് ആർക്കും കഴിയുന്നില്ല. ആർക്കും അവനെ നിയന്ത്രിക്കാൻ കഴിയാതിരുന്ന സാഹചര്യത്തിൽ അവൻ്റെ ഉള്ളിൽ അവനെ ബന്ധിച്ചിരിക്കുന്ന ഒരു ശക്തി, പുറമെ ആർക്കും അവനെ അടക്കുവാൻ കഴിയാത്തപ്പോൾ അകത്ത് അവനെ നിയന്ത്രിക്കുന്ന ഒരു ശക്തി, അതിനകത്തുനിന്ന് ആർക്കും അവനൊരു വിടുതൽ കൊടുക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, യേശുവിനെ കണ്ട ഉടനെ അവൻ യേശുവിൻ്റെ അടുക്കിലേക്ക് ഓടി വന്നു. യേശുവിൻ്റെ അടുക്കിലേക്ക് അവൻ ഓടി വന്നപ്പോൾ അവനിൽ സംഭവിച്ചതായ വലിയ ദൈവപ്രവൃത്തി എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? ആമേൻ. അവന് യേശുവിൻ്റെ ഒരൊറ്റ വാക്ക് അവൻ്റെ എല്ലാ ബന്ധനത്തിൽ നിന്നും അവനെ സ്വതന്ത്രനാക്കി. അവൻ്റെ മേൽ നിന്ന് എല്ലാ ചുമടും മാറിപ്പോയി, എല്ലാ കെട്ടുകളും അഴിഞ്ഞു മാറി. ഒരത്ഭുത വിടുതൽ അവൻ്റെ മേലുണ്ടായത്.
ദൈവവചനത്തിൽ നമ്മൾ കാണുന്നു, അവന് പൂർണ്ണ സൗഖ്യം അവനുണ്ടായി. അവന് സുബോധം വന്നു. അവനിൽ സംഭവിച്ചത് മറ്റുള്ളവർ കണ്ടിട്ട് അത്ഭുതപ്പെടാനിടയായി. അവൻ്റെ വിടുതൽ അതിശക്തമേറിയതായിരുന്നു. അവൻ്റെ വിടുതൽ ഉന്നതമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഉന്നതമായ വിടുതൽ പ്രാപിച്ചവനായ, ഉന്നത സൗഖ്യം പ്രാപിച്ചവനായ അവൻ ഈ കാലഘട്ടങ്ങളിൽ ആ ദേശത്ത് അറിയപ്പെടുന്ന ഒരു പ്രശ്നക്കാരനെ നിലനിന്നവനായി ഈ മനുഷ്യൻ വിടുതൽ കിട്ടിയപ്പോൾ അവൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹം. അവൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, എന്നെ അനുവദിക്കണം, എനിക്ക് അങ്ങയുടെ കൂടെ വരണം, ശിഷ്യന്മാരുടെ കൂടെ എനിക്ക് അങ്ങയെ സേവിക്കണം, അങ്ങയ്ക്ക് വേണ്ടി നിൽക്കണം. കർത്താവ് പറഞ്ഞൊരു കാര്യമാണ്, വേണ്ട, നീ ഒരു കാര്യം ചെയ്യുക, നീ നിന്റെ വീട്ടിൽ പോയി നിനക്കുള്ളവരുടെ അടുക്കൽ ചെന്ന് കർത്താവ് നിനക്ക് ചെയ്തത് ഒക്കെയും നിന്നോട് കരുണ കാണിച്ചതും പ്രസ്താവിക്കാം. ഇവിടെ ദൈവം ചിലരോട് അമർച്ചയായിട്ട് യേശു കൽപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ മിണ്ടരുത്. മിണ്ടരുത് എന്ന് കർത്താവ് പറഞ്ഞിടത്തെല്ലാം കർത്താവ് ആഗ്രഹിച്ച ഒരു കാര്യം ഇതാണ്, തൻ്റെ ശുശ്രൂഷ കൂടുതൽ വിശാലമായി ചെയ്യുവാൻ തടസ്സമായി നിൽക്കുന്ന സാഹചര്യങ്ങൾ, അഥവാ താൻ ആരാണെന്നും തന്നിലൂടെ വന്ന് വിടുതൽ എന്താണെന്നും മറ്റുള്ളവർ അറിഞ്ഞു കഴിയുമ്പോൾ തനിക്കവിടെ സ്വതന്ത്രമായി പ്രവേശിക്കാൻ കഴിയാത്തവണ്ണമുള്ള ചില സാഹചര്യങ്ങൾ ഉണ്ടാകാം എന്ന് മുന്നേ കൂട്ടിക്കണ്ട യേശു ചിലരോട് പറഞ്ഞു, നിങ്ങൾ ചെയ്യരുത്. എന്നാൽ ഇവിടെ ഇവനോട് പറയുകയാണ്, നീ പോയി പറയണം. പ്രിയപ്പെട്ടവരെ, നമ്മളെ ആക്കി വച്ചിരിക്കുന്നതിന് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. ചില സാഹചര്യങ്ങളിൽ ദൈവം നമുക്ക് വിടുതലെന്ന് ആക്കി വച്ചിരിക്കുന്നത് നിശബ്ദമായിട്ടിരുന്ന് ചില ദർശനങ്ങളെ സഹായിക്കാനായിരിക്കാം, കൈത്താങ്ങൽ കൊടുക്കാനായിരിക്കാം, ചുമൽ കൊടുക്കാനായിരിക്കാം. അവിടെ നിശബ്ദമായിരുന്നു ചുമൽ കൊടുക്കുക. എന്നാൽ നിന്റെ ഉള്ളിൽ ദൈവം അയച്ച വിടുതലിൻ്റെ ശക്തി വലുതെങ്കിൽ നീ അടങ്ങിയിരിക്കാതെ, നീ മൗനമായിരിക്കാതെ നിന്റെ സാക്ഷ്യത്തെ വിളിച്ചു പറയുക. കർത്താവ് നിനക്ക് ചെയ്തത് വിളിച്ചു പറയുക. അവൻ കാണിച്ച കരുണയെ വിളിച്ചു പറയുക. അവൻ നിന്നോട് ചെയ്ത പ്രവൃത്തിയെ വിളിച്ചു പറയുക. നിനക്കൊരു അത്ഭുതം ദൈവം ചെയ്തതിനെ പറയുക. കഴിഞ്ഞ നാളുകളിൽ അവൻ നിന്നെ നടത്തിയ ദൈവസ്നേഹത്തെക്കുറിച്ച് പറയുക. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരോട് പ്രസ്താവിക്കാൻ മടി കാണിക്കരുത്. കർത്താവ് ചെയ്തതിനെക്കുറിച്ച് പറയാൻ മടി കാണിക്കരുത്. കർത്താവ് ചെയ്തതിനെക്കുറിച്ച് പറയാൻ ലജ്ജ കാണിക്കരുത്. കർത്താവ് ചെയ്തതിനെക്കുറിച്ച് പറയാനായിട്ട് അഭിമാനക്കുറവായിട്ട് ചിന്തിക്കരുത്. കർത്താവ് ചെയ്തതിനെക്കുറിച്ച് ധൈര്യത്തോടെ പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങളിലെ വിടുതൽ അത് നിങ്ങൾ എന്ന് പറയുന്ന ഒരു വ്യക്തി കൊണ്ട് ഒതുങ്ങത്തില്ല. അത് അനേകരിലേക്ക്, ആയിരങ്ങളിലേക്ക്, പതിനായിരങ്ങളിലേക്ക് ആ വിടുതൽ എത്തിച്ചേരാനിടയാകും. ഇന്ന് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു വലിയ കാര്യമുണ്ട്. നിങ്ങളിൽ നടന്ന ദൈവപ്രവൃത്തി അനേകർ അറിയണം. നിങ്ങളിൽ നടന്ന രോഗസൗഖ്യം അനേകരെ ദൈവത്തിലേക്ക് ആകർഷിക്കണം. നിങ്ങളിൽ നടന്ന അത്ഭുതം അനേകരെ കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് വലിച്ചു കൊണ്ടുവരണം. ഇന്ന് കർത്താവ് നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യമതാ, നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത പ്രവൃത്തിയിലൂടെ ദൈവം ആഗ്രഹിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നിങ്ങളിവിടെ അനേകർ കർത്താവിനെ അറിയണം. പ്രിയപ്പെട്ടവരെ, ചിലപ്പോഴെങ്കിലും നമുക്ക് കർത്താവ് ചെയ്ത കാര്യങ്ങളെ രഹസ്യമായിട്ട് സൂക്ഷിക്കാറില്ലേ? വേറെ ആരും അറിഞ്ഞാൽ മറ്റുള്ളവർ വിചാരിച്ചാൽ എന്തോർക്കും, മറ്റുള്ളവർ എന്തോർക്കും, മറ്റുള്ളവർ കേട്ടാൽ എന്തോർക്കും. നമ്മൾ പലപ്പോഴും പല കാരണങ്ങൾ കൊണ്ട് അതിനെ പറയാതിരിക്കും. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇവിടെ വചനത്തിൽ പറയുന്നു, നീ പോയി പറയുക. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്തതിനെ പറയാനുള്ളൊരു മനസ്സുണ്ടോ? നിങ്ങളുടെ വിടുതൽ നിലനിൽക്കാൻ, നിങ്ങളുടെ സൗഖ്യത്തിലൂടെ അനേക രക്ഷയിലേക്ക് വരാൻ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, 9 കുഷ്ഠരോഗികൾ സൗഖ്യമായിട്ട് വീട്ടിലേക്ക് പോയി. എന്നാൽ 10ാമത്തവൻ സൗഖ്യം പ്രാപിച്ചു, രക്ഷയും പ്രാപിച്ചു. രക്തസ്രാവക്കാരി സ്പർശനത്തിലൂടെ സൗഖ്യം പ്രാപിച്ചു, വിശ്വാസത്തിലൂടെ രക്ഷ പ്രാപിച്ചു. അഥവാ അവൾ ഏറ്റു പറഞ്ഞു, തൻ്റെ ജീവിത അനുഭവം യേശുവിനോട് ഏറ്റു പറഞ്ഞപ്പോൾ യേശു പറഞ്ഞൊരു കാര്യം ഇതാ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു രക്ഷ ആഗ്രഹിക്കുന്നെങ്കിൽ
നിങ്ങൾ ഏറ്റുപറയണം. കർത്താവ് ചെയ്തതിന് നിങ്ങൾ പറയണം. കർത്താവ് ചെയ്ത നന്മയെ നിങ്ങൾ വിളിച്ചു പറയണം. ദൈവസ്നേഹത്തെ വിളിച്ചു പറയണം. കർത്താവിൻ്റെ കരുതലിനെ വിളിച്ചു പറയണം. അവൻ്റെ ആഴമേറിയ ബന്ധത്തെ വിളിച്ചു പറയണം. നിങ്ങളത് പറയുമ്പോൾ വിടുതല, പറയുമ്പം അത്ഭുതമാ, നിങ്ങളിലെ സൗഖ്യം നിലനിൽക്കുക, ഒരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോവുക. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മറന്നു പോകരുത്. ഇന്നലകളിൽ ഹല്ലേലൂയ അത്ഭുതം പ്രാപിച്ച നിങ്ങളെ നാളുകളിലെ അപ്പോസ്തലനായിട്ട് എഴുന്നേൽപ്പിക്കാനാണ് ദൈവത്തിൻ്റെ പദ്ധതി. ഇന്നലകളിൽ തകർന്നു കിടന്ന് നിങ്ങളെ നാളെ അപ്പോസ്തലനായിട്ട് എഴുന്നേൽപ്പിക്കാനാണ് ദൈവത്തിൻ്റെ പദ്ധതി. ഇന്നലകളിൽ കടബാധ്യത തകർന്നിരുന്ന നിങ്ങളെ നിങ്ങളെ അപ്പോസ്തലനായിട്ട് എഴുന്നേൽപ്പിക്കാനാണ് ദൈവത്തിൻ്റെ പദ്ധതി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്നലകളിലെ പ്രതികൂലങ്ങളെ മറക്കുക, ഇന്നലകളിലെ ഭാരങ്ങളെ മറക്കുക. ഒരു പുതിയ നിലവാരത്തിലേക്ക് നിങ്ങൾ ഉയരാനായിട്ട് ഏൽപ്പിച്ചുകൊണ്ട് സ്വർഗം മാനിക്കാൻ ശക്തനാ. സ്വർഗത്തിലെ ദൈവം നിങ്ങളെ മാനിക്കാൻ ശക്തനാണ്. കർത്താവിന് കഴിയാത്തതായിട്ടൊന്നുമില്ല. നിങ്ങൾ വിശ്വസിക്കുമ്പോൾ അവൻ അത്ഭുത പ്രവൃത്തി വെളിപ്പെടും. നിങ്ങൾ വിശ്വസിക്കുമ്പോൾ അവൻ അത്ഭുത കരുതൽ വെളിപ്പെടും. നിങ്ങൾ വിശ്വസിക്കുമ്പോൾ അവൻ അത്ഭുത സ്നേഹം വെളിപ്പെടും. നിങ്ങൾ വിശ്വസിക്കുമ്പോൾ അവൻ്റെ അത്ഭുതമേറിയ കൃപ വെളിപ്പെടും. പ്രിയപ്പെട്ടവരെ, ഇവിടെ കർത്താവ് പറയുന്നു, നീ പോയി പറ, മറ്റുള്ളവരോട് ചെന്ന് പറ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിനകത്ത് കർത്താവ് ചെയ്തതിനെ മറ്റുള്ളവരോട് സാക്ഷീകരിപ്പാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ചെയ്യണം. മറ്റവരോട് നിങ്ങൾ പറയണം. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ വിടുതലിന് മുഖാന്തരമായി തീരും. അതൊരു വലിയ ദൈവപ്രവൃത്തിക്ക് മുഖാന്തരമായിട്ട് തീരും. കർത്താവിന് കഴിയാത്തതായിട്ട് ഒന്നുമില്ല. കർത്താവിൻ്റെ പ്രവൃത്തി നിലനിൽക്കുന്നത് നിങ്ങളിൽ ദൈവം ചെയ്തത്, നിങ്ങൾക്ക് കർത്താവ് ചെയ്തതിനെ നിങ്ങൾ മറ്റുള്ളവരോട് പറയാനായിട്ട് ഹല്ലേലൂയ ഉത്സാഹമുള്ളവരായിരിക്കണം. പ്രിയപ്പെട്ട ഒരു മർക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഒരു മനുഷ്യൻ കാഴ്ച പ്രാപിക്കാനായിട്ട് യേശുവിൻ്റെ അടുക്കൽ വന്നു. അവനെ സൗഖ്യമാക്കുവാനായിട്ട് അവൻ ആഗ്രഹിച്ചു. അവനെ ഊരിന് പുറത്തു കൊണ്ടുപോയി അവൻ്റെ കണ്ണിൽ തുപ്പി അവൻ്റെ മേൽ കൈവച്ചു, അവനെ സൗഖ്യമാക്കി. അവൻ ആദ്യം കാഴ്ച അപൂർണമായ നിലയിൽ സൗഖ്യമുണ്ടായി. എന്നാൽ വീണ്ടും കർത്താവ് തൊട്ടപ്പോൾ പൂർണ്ണ സൗഖ്യം അവനുണ്ടായി. അപ്പോൾ കർത്താവിനോട് പറഞ്ഞൊരു കാര്യമാണ്, നീ ഊരിൽ കടക്ക പോലും അരുത് എന്ന് അവനോട് പറഞ്ഞു. അപ്പം കർത്താവ് അവനോട് പറഞ്ഞൊരു കാര്യമാണ്, നീ ഇനി ഊരിൽ കടക്കരുത്, അഥവാ നീ പഴയ നിലയിലേക്ക് മടങ്ങി പോകരുത്. ഇവിടെ ദൈവം പറഞ്ഞത് ഈ സ്ഥലം അവരെത്തി നിൽക്കുന്നതായ ഈ സ്ഥലം ബെത്സൈദയിൽ എത്തിയപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്. ബെത്സൈദയെക്കുറിച്ച് മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ ബെത്സൈദയുടെ അവിശ്വാസം അഥവാ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടിട്ടും കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടിട്ടും അവർ വിശ്വസിക്കാത്തതിനെ കുറിച്ച് ബൈബിൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് 11-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 20-ാമത്തെ വാക്യം. പിന്നെ അവൻ തൻ്റെ വീര്യപ്രവൃത്തികൾ മിക്കതും നടന്ന പട്ടണങ്ങൾ മാനസാന്തരപ്പെടാകിയാൽ അവയെ ശാസിച്ചു തുടങ്ങി. കോരസിനെ നിനക്ക് ഹാ കഷ്ടം, ബെത്സൈദയെ നിനക്ക് ഹാ കഷ്ടം. നിങ്ങളിൽ നടന്ന വീര്യപ്രവൃത്തി സോറിലും സീദോനിലും നടന്നിരുന്നുവെങ്കിൽ അവർ പണ്ട് തന്നെ രട്ടിലും വെണ്ണീരിലും ഇരുന്ന് മാനസാന്തരപ്പെടുമായിരുന്നു. എന്നാൽ പ്രിയപ്പെട്ടവർ, ഇവർ അവിശ്വാസമുള്ള ഒരു സമൂഹം, ദേശം, ഊര്. ഇവിടെ സൗഖ്യം പ്രാപിച്ച ഈ കുരുടനായ മനുഷ്യരുടെ കർത്താവ് പറയുക, നീ ഇനി തിരിച്ച ഊരിലേക്ക് പോകരുത്. പ്രിയപ്പെട്ടവർ, നിങ്ങൾ ചിലപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ കാണാം, നമ്മൾ ആ ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രാപിച്ചു കഴിയുമ്പോൾ കർത്താവിനേക്കാളും ഭയം മനുഷ്യരെ, കർത്താവിനേക്കാളും ഭയം ചില സാഹചര്യങ്ങളെ, കർത്താവിനേക്കാളും ഭയം ചില സിറ്റുവേഷനെ, ഭാവിയെ, ചില കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ഭയന്നിട്ട് പലപ്പോഴും കർത്താവ് ചെയ്ത നന്മയെ മറന്നിട്ട്, ദൈവസ്നേഹത്തെ മറന്നിട്ട് പുറകോട്ടോടുന്ന അനുഭവം, പിന്തിരിഞ്ഞോടുന്ന അനുഭവം പലപ്പോഴും പലരിലും കാണാൻ സാധിക്കും. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇവിടെ കർത്താവിൻ്റെ വചനം വളരെ ശക്തമായിട്ട് പറയുക, പുറകോട്ട് പോകരുത്, പുറകോട്ട് നോക്കരുത്, പുറകോട്ട് തിരിയരുത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. കർത്താവ് ഒരു വിടുതൽ തന്നില്ലേ, ഇനി നിങ്ങൾ പുറകോട്ട് നോക്കരുത്. ഒരു പക്ഷേ നിങ്ങൾക്ക് രോഗസൗഖ്യമായി, ചിലപ്പോൾ അതേപോലെ തന്നെ വേദന തോന്നിയെന്നിരിക്കാം, അതേപോലെ തന്നെ ചില സിംറ്റംസ് നിങ്ങളുടെ ശരീരത്തിൽ കണ്ടെന്നിരിക്കാം. പുറകോട്ട് പോകരുത്.
പുറകോട്ട് തിരിഞ്ഞ് ചിന്തിക്കരുത്. അയ്യോ എനിക്ക് സൗഖ്യമായതായിരുന്നല്ലോ, വീണ്ടും ഇത് വരുമോ, വീണ്ടും എനിക്ക് പ്രയാസം ഉണ്ടാകുമോ, വീണ്ടും ഞാൻ കിടക്കയിലാവുമോ, വീണ്ടും എനിക്ക് സൗഖ്യം നിലനിൽക്കാതായി പോകുമോ, ഞാൻ നശിച്ചു പോകുമോ, ചിന്തിക്കരുത്. നിങ്ങളങ്ങനെ ഭയപ്പെടരുത്, പുറകോട്ട് തിരിഞ്ഞ് നോക്കരുത്, അവിശ്വാസിയാകരുത്. വിശ്വാസത്താൽ ഉള്ളിൽ നിറയണം. ചില സാഹചര്യങ്ങളെ ഭയന്ന്, ചിലരെ ഭയന്ന് കർത്താവ് നിങ്ങൾക്ക് നൽകിയ അത്ഭുത പ്രവൃത്തി നിങ്ങൾ മറച്ചു വെച്ചിട്ടില്ലേ? മറച്ചു വെക്കരുത്, പുറകോട്ട് പോകരുത്, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. അബ്രഹാമിനോട് കർത്താവ് പറഞ്ഞു, നിനക്കുള്ളതെല്ലാം വിട്ടേച്ച് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. അബ്രഹാം ധൈര്യമായിട്ട് ഇറങ്ങി, പുറകോട്ട് തിരിഞ്ഞ് നോക്കിയില്ല. ഇന്ന് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, പുറകോട്ട് നോക്കാതെ മുൻപോട്ട്. സൗഖ്യം നിങ്ങൾക്ക് ദൈവം തന്നില്ലേ? നിങ്ങൾക്കൊരു അത്ഭുത വിടുതൽ ദൈവം തന്നില്ലേ? ഇനി പുറകോട്ട് നോക്കാതെ മുൻപോട്ട്. കഴിഞ്ഞതിനെല്ലാം മറന്ന്, കഴിഞ്ഞ സാഹചര്യങ്ങളെല്ലാം വിട്ടേച്ച് ഒരു പുതിയ ഓട്ടം, ഒരു പുതിയ നിലയിലെ ഒരു യാത്ര. വചനം ഇങ്ങനെ പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയതെല്ലാം കഴിഞ്ഞുപോയി. പഴയതെല്ലാം വിട്ടേച്ച് ഒരു പുതിയ തുടക്കത്തിന് നിങ്ങൾ റെഡിയാണെങ്കിൽ കർത്താവ് നിങ്ങളെ മാനിക്കും, ഉറപ്പാ. ഇനി പുറകോട്ട് തിരിഞ്ഞ് നോക്കരുത്. പ്രിയപ്പെട്ടവരെ, ലൂക്കോസിന്റെ സുവിശേഷം 4:38-39 വാക്യങ്ങൾ. അവൻ പള്ളിയിൽ നിന്ന് ഇറങ്ങി ശീമോന്റെ വീട്ടിൽ ചെന്നു. ശീമോന്റെ അമ്മാവിയമ്മ കഠിന ജ്വരം കൊണ്ട് വലഞ്ഞിരിക്കയാൽ അവർ അവൾക്ക് വേണ്ടി അവനോട് അപേക്ഷിച്ചു. അവൻ അവളെ കുനിഞ്ഞു നോക്കി ജ്വരത്തെ ശാസിച്ചു. അത് അവളെ വിട്ടുമാറി. അവൾ ഉടനെ എഴുന്നേറ്റ് അവനെ ശുശ്രൂഷിച്ചു. സൗഖ്യം പ്രാപിച്ചതായ ഈ പത്രോസിന്റെ അമ്മാവിയമ്മ സൗഖ്യം പ്രാപിച്ച ഉടനെ അവൾ ചെയ്തൊരു കാര്യം, കർത്താവിനെ ശുശ്രൂഷിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, കർത്താവിൽ നിന്നൊരു അത്ഭുത വിടുതൽ പ്രാപിച്ച് നമുക്ക് കർത്താവിന് വേണ്ടി നിൽക്കാൻ കഴിയുന്നുണ്ടോ? അവനെ ശുശ്രൂഷിക്കാൻ കഴിയുന്നുണ്ടോ? ഒരുപക്ഷെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ലായിരിക്കാം, ഒരുപക്ഷെ നിങ്ങൾക്ക് പ്രസംഗിക്കാൻ അറിയത്തില്ലായിരിക്കാം, ഒരുപക്ഷെ നിങ്ങൾക്ക് പാടാൻ അറിയത്തില്ലായിരിക്കാം. കർത്താവിനെ ശുശ്രൂഷിക്കാൻ, കർത്താവിൻ്റെ എന്തെങ്കിലും ചെയ്യാനായിട്ട്, ഒരു ചെയർ എടുത്തിടാനായിട്ട്, എന്തെങ്കിലും കർത്താവിനോട് ഇന്ന് ചെയ്യാനായിട്ട് ജീവിതത്തിൽ ഒരുക്കാണോ? സന്തോഷത്തോടെ. വചനം ഇങ്ങനെ പറയുന്നത്, നിർബന്ധത്താലും വരുത്, സങ്കടത്താലും വരുത്, സന്തോഷത്തോടെ. ഒരു വിടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നു, സന്തോഷത്തോടെ കർത്താവിനെ ശുശ്രൂഷിക്കണം. ചെയ്യുന്നത് സന്തോഷത്തോടെ, ആഗ്രഹിക്കുന്നത് സന്തോഷത്തോടെ, കൊടുക്കുന്നത് സന്തോഷത്തോടെ, പറയുന്നത് സന്തോഷത്തോടെ. പ്രിയപ്പെട്ടവരെ, വചനം ഇങ്ങനെ പറയുന്നു, ഹല്ലേലൂയ, അവൾ കർത്താവിനെ ശുശ്രൂഷിച്ചു. പ്രിയപ്പെട്ടവരെ, ലോകപ്രകാരമായി നമ്മൾ ചിലതൊക്കെ നോക്കുമ്പോൾ അതെല്ലാം നമ്മൾ ചില വ്യക്തികൾക്ക് വേണ്ടി ചെയ്യുന്നതാണെന്ന് നമ്മൾ കരുതും. ചിലപ്പോൾ നമ്മൾ കർത്താവിന് വേണ്ടി കൊടുത്തിട്ട്, ചിലരൊക്കെ പറയണം, ഞാൻ കർത്താവിന് വേണ്ടി കൊടുത്തിട്ട് എനിക്ക് പ്രയാസം ഉണ്ടായി, ഇന്ന സ്ഥലത്താണ് കൊടുത്തത്, ഇന്നാളെ സഹായിച്ചത്. ഇല്ല, നിങ്ങൾ കൊടുത്തത് മനുഷ്യനല്ല, കർത്താവിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ കർത്താവിനെ ശുശ്രൂഷിക്കുമ്പോൾ വചനം ഇങ്ങനെയാണ് പറയുന്നത്. ഹല്ലേലൂയ, വായിച്ചതായ ലൂക്കോസിൻ്റെ തന്നെ സുവിശേഷം അതിൻ്റെ 18-ാം അതിൻ്റെ 43-ാമത്തെ വാക്യം. അവിടെ ദൈവവചനത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ക്ഷണത്തിൽ അവൻ കാഴ്ച പ്രാപിച്ച് ദൈവത്തെ മഹത്വീകരിച്ചുകൊണ്ട് അവനെ അനുഗമിച്ചു. കർത്താവിനെ അനുഗമിച്ചു. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അത് യേശു അവരുടെ ഉത്തരം പറഞ്ഞത്, മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടാനുള്ള നാഴിക വന്നിരിക്കുന്നു. എന്നിട്ട് തുടർന്ന് എഴുതിയിരിക്കുന്നു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, കോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയിരിക്കും, അത് ചത്തു എങ്കിലോ വിളവുണ്ടാകും. തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും, ഇഹലോകത്തെ തൻ്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ, ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. അപ്പോൾ ഇവിടെ 26-ാം വാക്യത്തിൽ 23 മുതൽ പറയുന്നു തേജസ്കരിക്കപ്പെടുക. തേജസ്കരണത്തെക്കുറിച്ച് യേശു പറഞ്ഞിട്ട് പറയുന്നു, കോതമ്പ് മണി നിലത്ത് വീണ് ചാകണം,
തേജസ് പ്രാപിക്കണമെങ്കിൽ നിലത്ത് വീണ് ചാകണം. നിലത്ത് വീണ് ചാകുക എന്ന് പറഞ്ഞാൽ ഇതാണ് പറയുന്നത്, കർത്താവിനെ ശുശ്രൂഷിക്കുക. മാന്യത നോക്കാതെ, ലോകപ്രകാരമുള്ള വേറെ ഒന്നിനെ നോക്കാതെ യേശുവിനെ ശുശ്രൂഷിക്കുക, യേശുവിന് വേണ്ടി നിൽക്കുക, യേശുവിനെ ഉയർത്തുക. അതാണ് നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഓഫറിങ്. പ്രിയപ്പെട്ടവരെ, നാളുകളിൽ കർത്താവിന് വേണ്ടി നിൽക്കാൻ നിങ്ങൾ ഒരുക്കമാണോ? കർത്താവിനെ മാനിക്കാൻ ഒരുക്കമാണോ? കർത്താവിൻ്റെ കൃപ അനുഭവിക്കാൻ ഒരുക്കമാണോ? അവന് വേണ്ടി നിൽക്കാൻ തയ്യാറാകുക, അവനെ ശുശ്രൂഷിക്കുക. വചനം ഇങ്ങനെ പറയുന്നത്, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. ദൈവം നിങ്ങൾക്കൊരു അത്ഭുതം ചെയ്തു എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ അവന് വേണ്ടി നിൽക്കാനുള്ള മനോഭാവം, അവനെ ശുശ്രൂഷിക്കാൻ, അവനെ ഉയർത്താൻ, അവൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താനായിട്ടുള്ള ആഴമേറിയൊരു ചിന്ത, ബോധം നമ്മുടെ ഉള്ളിലുണ്ടാകണം. ഇന്ന് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഈ കർത്താവിനെ മാനിക്കാൻ ഒരു സമർപ്പണം നിങ്ങൾ എടുക്കുന്നെങ്കിൽ ജീവിതത്തെ സ്വർഗത്തിലെ ദൈവം തീർച്ചയായിട്ടും മാനിച്ചിരിക്കും. ഇന്നലകളെ പോലല്ല, പുതിയ നിലവാരത്തിൽ, കഴിഞ്ഞ നാളുകളിലെ പോലല്ല, ഒരു പുതിയ നിലവാരത്തിൽ നിങ്ങളെ മാനിക്കാനായിട്ട് കർത്താവിന് കഴിയും. പ്രിയപ്പെട്ടവരെ, അത്ഭുത സൗഖ്യം പത്രോസിൻ്റെ അമ്മാവിമയ്ക്ക് ലഭിച്ചപ്പോൾ അവൾ കർത്താവിനെ സാക്ഷിച്ചു. ഹല്ലേലൂയ. വചനത്തിൽ പറയുന്നു, അവൻ പോയി എല്ലാവരോടും പറയാനായിട്ട് പറഞ്ഞു. നിങ്ങളുടെ സാക്ഷ്യം പറയാൻ നിങ്ങൾ ഒരുക്കമാണോ? പ്രിയപ്പെട്ടവരെ, വീണ്ടും വചനത്തിൽ നമ്മൾ കാണുന്നു, ഇനി ഗ്രാമത്തിലേക്ക്, ഊരിലേക്ക് നീ കടക്കരുത്, പുറകോട്ട് തിരിഞ്ഞ് നോക്കരുത്, നിങ്ങൾ കർത്താവിന് വേണ്ടി നിൽക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരു വലിയ വിടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് തരാൻ ഒരുക്കമാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവേ, ഈ അനുഗ്രഹീതമായ സമയത്തിനായിട്ട് നന്ദി പറയുന്നു. കർത്താവിൽ നിന്ന് അത്ഭുത വിടുതൽ പ്രാപിച്ച ഞങ്ങൾ കർത്താവിന് വേണ്ടി നിൽക്കുവാനും കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാനുള്ള കൃപ ഞങ്ങളെ തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവിശ്വാസത്താൽ പുറകോട്ട് പോകാതെ വിശ്വാസത്താൽ മുമ്പോട്ട് പോകാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ജീവിതങ്ങളെയും സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായിട്ട് മാനിക്കുന്നതിനായി സ്തോത്രം. അങ്ങയുടെ വലിയ വിടുതൽ അയക്കുന്നതിനായി സ്തോത്രം. അങ്ങ് മാനിക്കുന്നതിനായി സ്തോത്രം. കർത്താവെ, ഓരോ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ, ഓരോ വ്യക്തികളെയും അനുഗ്രഹിക്കണമേ. കർത്താവിൻ്റെ വലിയ പ്രവൃത്തി അവരിൽ വെളിപ്പെടുത്താനായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവ മഹത്വം അവർ വെളിപ്പെടുത്താനായിട്ട് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിൻ്റെ ജീവൻ അവരിൽ വെളിപ്പെട്ടു വരാനായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ കരങ്ങളിൽ പൂർണ്ണമായി ഏൽപ്പിച്ച് ഇപ്പോൾ തന്നെ കർത്താവിൻ്റെ ആമേൻ, ഹല്ലേലൂയ, ആമേൻ, മരണത്തെ മാറ്റി ജീവനെ കൊണ്ടുവരുന്ന ദൈവശക്തി അവരിൽ വെളിപ്പെട്ടു വരാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് മഹത്വം അയച്ചാട്ട് അങ്ങ് വലിയ പ്രവൃത്തി വെളിപ്പെടുത്താനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും നിങ്ങളുടെ സാക്ഷ്യങ്ങളും ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിലൂടെയും ഇമെയിലിലൂടെയും ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹത്തോടെ ഇരിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.